ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എവിടെ പോവാന്നറിയോ? സെറ്റും മുണ്ടൊക്കെ എടുത്ത് റെഡിയായി പോകണാണിപ്പോൾ തന്നെ അറിയാം, അമ്പലത്തിയിട്ടാണ്. പക്ഷേ ഏത് അമ്പലത്തിലാണ് പോണേന്നറിയോ? ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചോറ്റാനിക്കര മകമാണ്. അപ്പം ഞങ്ങൾ മകം തൊഴാൻ പോവുക. അതും ആദ്യമായിട്ടാണ്. ഇത്രയും വർഷമായിട്ടും ഇതുവരെയും ചോറ്റാനിക്കര മകം തൊഴാൻ പോയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ പോണതാ. പറ്റുമോ ഇല്ലയെന്നൊന്നും ഒരു ഇതും ഇല്ല കേട്ടോ. നല്ല തിരക്കായിക്കോളൂ. തിരക്ക് ഒരുവിധം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തല്ലേ, അപ്പോൾ സ്ഥിരം അതിൽ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള തിരക്കുകളാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ മകം തൊഴാൻ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഫുൾ റിസ്ക്കും എടുത്ത് അങ്ങ് പോവുകയാണ് മകം തൊഴാനായിട്ട്. കയറാൻ പറ്റൂല്ലെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നല്ല തിരക്കുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രത്യേകിച്ച് ചോറ്റാനിക്കര നിവാസികൾക്ക് കയറാനായിട്ട് സ്പെഷ്യൽ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കയറാമെന്ന് ഓർത്താണ് ഞങ്ങൾ പോണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ നിൽക്കണ ക്യൂ ഉണ്ടോ, അവരും എന്തോ 1 മണി തുടങ്ങിയൊക്കെ നിൽക്കണ ആളുകളുണ്ട് കേട്ടോ കയറാനായിട്ട്. ഇതുവരെയും കയറാത്തവരാണ്. അപ്പം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇത് കണ്ടു ഒരുപാട് ക്യൂ ഉണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ എല്ലാ നടയിൽ കൂടി കയറിയാലും നമുക്ക് കയറാൻ പറ്റില്ല. ഫ്രണ്ടിൽ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടോ, ജസ്റ്റ് വെറുതെ പോയി നിന്നതാ, തിരക്ക് കാണാൻ വേണ്ടി പോയതാട്ടോ. അല്ലാതെ അതിൽ കയറാൻ പറ്റത്തില്ലെന്നറിയാം. നമുക്ക് അപ്പുറം വഴി കയറണേ. അപ്പോൾ ഇവിടെ ആർച്ച് നല്ല രസമില്ല കാണാനായിട്ട്. അതും എല്ലാം നല്ല ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയേക്കണ ആർച്ചാണ്. ശരിക്കുമുള്ള പൂവാട്ടോ അത്. ഞാൻ ഓർത്തത് ആദ്യം മറ്റേ പ്ലാസ്റ്റിക് പൂവാന്ന് ഓർത്തത്, പക്ഷെ അതല്ല. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയിട്ട് അകത്ത് നവരാത്രി മണ്ഡപം ഇല്ല, അവിടെയുള്ള ക്യൂവിലാട്ടോ നിന്നെ. ആ ക്യൂ ഇച്ചിരി വേഗം പോകുന്നുണ്ട്. പക്ഷേ മറ്റേ പുറത്തുള്ള വലിയ ക്യൂ ഒക്കെ ഇല്ല, അതൊക്കെ ഉച്ച തുടങ്ങി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത് നമ്മൾ ചോറ്റാനിക്കര നിവാസികൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഉള്ളതാട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ അത് ഏകദേശം വേഗം വേഗം പോകണ്ടായിട്ടോ. അവിടെ കയറി നിന്ന് ഇതിലെ കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇച്ചിരി കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം കേട്ടോ. അകത്ത് കയറി ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയോടുകൂടി തൊഴുതിറങ്ങിയിട്ടോ. ചെന്ന് വേഗം അകത്ത് കയറാൻ പറ്റിയിട്ടോ. അപ്പോൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് പിന്നെ വാതിക്കയിൽ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഓർത്ത് വാതിക്കയിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഒരുപാട് പേര് തന്നെ ഉണ്ടായി. എനിക്ക് തോന്നണം ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങിയത് മകം തൊഴൽ. ഉച്ച തുടങ്ങി രാത്രി 9:30 വരെ എന്നാണ് പറഞ്ഞത്. പക്ഷെ 9:30ക്കൊന്നും തീരുമെന്ന് എനിക്ക് തോന്നല്ല, അതിന് മാത്രം ആളുകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെല്ലണോണ്ടും എങ്ങനെ തൊഴണ്ടേ എങ്ങനെ കയറണ്ടേന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായില്ല. മിക്കവരൊക്കെ എല്ലാ വർഷവും വന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് മകം തൊഴാൻ വന്നവരുണ്ട്. പക്ഷെ നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും വേഗം കയറി തൊഴുത് വേഗം വീട്ടിൽ പോരാൻ പറ്റി കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തെ ക്യൂവിലൊക്കെ നിന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ നേരത്തൊന്നും കയറി തൊഴാൻ പറ്റില്ല. എല്ലായിടത്തുനിന്നും വന്നവരവിടെ നിൽക്കണം. ഇത് പ്രത്യേക ചോറ്റാനിക്കര അവർക്കൊക്കെ മാത്രമുള്ള പ്രത്യേകമുള്ള ക്യൂ ആട്ടോ. ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ളവരൊക്കെ വന്നുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഇതുവരെയും തൊഴാൻ പറ്റണില്ല. ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ഓക്കെ ബൈ.